ശ്രീ ഗായത്രി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചുരിദാർ കിട്ടിയ എന്തൊക്കെ അളവുകളാണ് നമുക്ക് അതൊന്നും എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു ചുരിദാറിൻ്റെ പാറ്റേണാണ് വരച്ചിരിക്കുന്നത് ഞാൻ. ഇതിൽ 0 to 1 വന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത്. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് ഫുൾ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് 0 to 1 മാർക്ക് ചെയ്യാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 0 to 2 അത് ഷോൾഡറാണ് കേട്ടോ. അടുത്ത് രണ്ടാമത് എടുക്കേണ്ടത് ഷോൾഡർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 തൊട്ട് 3 വരെ മാർക്ക് ചെയ്തിട്ട് അവിടെ 3 എന്ന് എഴുതാം. ഇത് ആം ഹോളാണ് കേട്ടോ. അടുത്ത അളവെടുക്കേണ്ടത് ആം ഹോളാണ്. ഇനി നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് നമുക്ക് 4 ആയിട്ട് അടയാളപ്പെടുത്താം കേട്ടോ. 0 to 4 ആണ് നമുക്ക് ബാക്ക് 4 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി 5 വന്നിട്ട് ഫ്രണ്ട് നെക്ക് കേട്ടോ. ഫ്രണ്ട് നെക്കാണ്. ഈ വീഡിയോ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അറിയുന്നവർ വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇത് ചെസ്റ്റ് ലൈൻ കേട്ടോ. നമ്മളിവിടെ മാർക്ക് ചെയ്യുക 6 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ലൈൻ 6 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അടുത്തെടുക്കേണ്ട ചെസ്റ്റ് ലൈനാണ്. ഇനി തൊട്ട് താഴെ നമുക്ക് വേസ്റ്റ് ലൈനാണ് വരുന്നത്. വേസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ബ്ലൗസിൻ്റെ ഒക്കെ എടുക്കുന്ന അളവ് തന്നെ കേട്ടോ. ബ്ലൗസൊക്കെ ഇടുന്ന അളവില്ലേ, വേസ്റ്റ് ആ അളവാണ്. അടുത്തത് നമുക്ക് സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് അവിടെ വരയ്ക്കുള്ള അളവ് നമുക്ക് എടുക്കണം, ഹിപ്പ് ലൈനായിട്ട് കേട്ടോ. അപ്പോൾ ആ അളവും കൂടി എടുക്കണം. പിന്നെ ഇത് ബാക്ക് ആം ഹോൾ കേട്ടോ. ബാക്ക് ആം ഹോളാണ് ആദ്യം പുറത്തു കൂടെ വരയ്ക്കുന്നത്. ബാക്ക് ആം ഹോൾ കുറച്ച് ഉള്ളിൽ കൂടെ വരയ്ക്കുന്നത് ഫ്രണ്ട് ആം ഹോളാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര അളവുകൾ നമ്മൾ ചുരിദാറിന് വേണ്ട മെയിൻ അളവുകൾ ഇത്രയാണ് കേട്ടോ. സൈഡിൽ സ്ലീവിൻ്റെ പാറ്റേണും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഈ ഇത്രയും അളവുകളാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഫുൾ ലെങ്ത്ത്, ഷോൾഡർ, നെക്ക് വിത്ത്, നെക്ക് ലെങ്ത്ത്, ഫ്രണ്ടും ബാക്കും, പിന്നെ ആം ഹോള്, പിന്നെ ചെസ്റ്റ് വിത്ത്, പിന്നെ ഷേപ്പ്, സ്ലിറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യം. പിന്നെ സ്ലീവിൻ്റെ കണക്കുകളും വേണം കേട്ടോ. സ്ലീവിൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ കയ്യിൻ്റെ അടിയിൽ കൂടെ റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു എല്ലുണ്ടാവില്ലേ, ആ എല്ല് വരയ്ക്ക് റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് ആ അളവ് വേണം. പിന്നെ സ്ലീവ് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നുള്ള ആ അളവ് വേണം. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ എത്രത്തോളം എന്തളവാണെന്ന് അത് വേണം. അങ്ങനെ 3 അളവ് സ്ലീവിൻ്റെ അളവ് വേണം. നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ, ഒപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായ ഒരു കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്ത് തുണി കിട്ടിയാലും അതിൻ്റെ പ്രിൻ്റ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് മടക്കേണ്ടത് എന്നുള്ളത് അതും കൂടി പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക കേട്ടോ.